ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അധ്യായത്തിൽ കൂടി പ്രിയപ്പെട്ടവരായിട്ട് പങ്കുവയ്ക്കുന്ന വിഷയം 2025 ജനുവരി മാസം 5-ാം തീയതി ഞായറാഴ്ച ദിവസത്തെ നക്ഷത്രഫലമാണ്. ആദ്യമായിട്ട് മേടക്കൂറുകാരുടെ കാര്യം പറയാം. മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാർക്ക് ഞായറാഴ്ച ദിവസം പുത്രബന്ധു സ്വത്ത് ബലമുണ്ടാകുന്നൊരു ദിവസമാണ്. അതായത് പുത്രന്മാരെ കൊണ്ട് നല്ല അനുഭവം പ്രതീക്ഷിക്കാം, ബന്ധുക്കളെ കൊണ്ട് നല്ല അനുഭവം പ്രതീക്ഷിക്കാം, സ്വത്ത് സംബന്ധിച്ചുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പിതാവിൽ നിന്ന് ധനം വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. എന്നാൽ ചിലരൊക്കെ അവരുടെ ജീവിതാനുഭവങ്ങളെക്കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ദുഃഖിക്കുവാൻ സാധ്യതയുണ്ട്. സൂര്യൻ പൂർണ്ണ ബലവാൻ അല്ലാത്തതുകൊണ്ട് വാഹനഭാഗ്യമോ അല്ലെങ്കിൽ സർവ്വവിധമായ ഐശ്വര്യങ്ങളോ വന്നു ചേരുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ അനുകൂലമായി പോകും. ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതും ഒരു പ്രത്യേകതയാണ്. ഇനിയും ഇടവക്കൂറാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അമിതമായി ധനച്ചെലവ്, ദുർവ്യയം ചെയ്യുന്നവരായി മാറും എന്നാണ് പറയുന്നത്. കണ്ണിന് വൈകല്യം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പുത്രന്മാരെ കൊണ്ട് തിക്താനുഭവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ധനപരമായ നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. കലഹം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഒന്നിലും തൃപ്തിയില്ലാത്തവരായി തീരുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള പ്രതികൂലമായ സാഹചര്യങ്ങൾ ഇവരെ തേടി വരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതുപോലെ കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല എന്നുള്ള സാഹചര്യം കൂടി അറിഞ്ഞുകൊള്ളുക. തൊഴിൽപരമായിട്ട് അവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. ചിലരൊക്കെ ജീവിതത്തിൽ മാതാവിന് പലവിധമായ ദുഃഖ ദുരിത പ്രയാസങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. ശത്രുതകളും വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് ഇടവക്കൂറുകാർ മനസ്സിലാക്കുക. ഇനിയും മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകരം 2 പാദം തിരുവാതിര, പുണർത, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം. ധനം നല്ല കാര്യത്തിന് വേണ്ടി ചെലവഴിച്ച് ധനത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം അവരിൽ ഉണ്ടാകും. ഉന്നത അധികാരികളിൽ നിന്നുള്ള കോപത്തിന് ഇടയാകുവാൻ സാധ്യതയുണ്ട്. വെറുതെ സഞ്ചരിച്ച് ധനം നഷ്ടപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഏതെങ്കിലും വിധത്തിലുള്ള രോഗം വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ദേഷ്യവും കോപവും ഒക്കെ വന്നു ചേരാം. അപ്പോൾ അന്യരെ അസൂയോടെ കാണുന്ന ഒരു മനോഭാവം ഉണ്ടാകാം. ചിലർക്കൊക്കെ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും അകന്നു കഴിയുവാൻ സാധ്യതയുണ്ട്. കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായി ഉണ്ടാകണമെന്നില്ല. മാതാവിൻ്റെ സ്ഥിതി വലിയ മെച്ചമാകണമെന്നില്ല. പിതാവിൻ്റെ സ്ഥിതി വലിയ മെച്ചമാകണമെന്നില്ല. അപ്പോൾ അനുകൂലമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ തക്ക ഒരു ഗ്രഹനില അല്ല ഞായറാഴ്ച ദിവസം എന്നുള്ളത് മനസ്സിലാക്കുക. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ 7-ാം ഭാവത്തിലാണ് മിഥുനക്കൂറുകാർക്ക് നിൽക്കുന്നത്. 7-ലെ സൂര്യൻ നല്ല അനുഭവത്തെ കൊടുക്കത്തില്ല. പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പല കാര്യങ്ങളിലും തിക്താനുഭവങ്ങൾ കൊടുക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ചന്ദ്രനാകട്ടെ ശത്രുതയിൽ നിൽക്കുന്നത് കൊണ്ട് കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, കുടുംബത്തിൽ ധനത്തിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള തിക്താനുഭവങ്ങളൊക്കെ അവരെ തേടി വരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ഇനിയും കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽപ്പെട്ട പുണർതങ്കാല്, പൂയം, ആയില്യം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം സമ്മിശ്രമായ അനുഭവമായിരിക്കും വന്നു ചേരുക. അവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനായ ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. എന്നാൽ 2-ാം ഭാവത്തിൻ്റെ അധിപൻ, കുടുംബഭാവം, ധനഭാവത്തിൻ്റെ അധിപനായ സൂര്യൻ 6-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഒരു പാപഗ്രഹം 6-ാം ഭാവത്തിൽ നിൽക്കുന്നത് നല്ലതല്ലേ? അപ്പോൾ മനുഷ്യരുടെ ജീവിതത്തിൽ കഷ്ടതകളും പ്രയാസങ്ങളും വന്നാൽ ഈശ്വരൻ കൂടെയുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. നിങ്ങൾക്ക് ഈ ഞായറാഴ്ച ദിവസം അഷ്ടമത്തിലെ ചന്ദ്രൻ പ്രതികൂലമായൊരു അനുഭവത്തെ തന്നാൽ, ശത്രുത തന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളൊരു പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ ഈശ്വരൻ നിങ്ങൾക്ക് തുണയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം മെച്ചമായിരിക്കും, സമ്പത്തുണ്ടാകും, യശസ്സുണ്ടാകും, കീർത്തി ഉണ്ടാകും, അംഗീകാരമുണ്ടാകും. ശത്രുവിനോ കടത്തിനോ രോഗത്തിനോ നിങ്ങളെ ജയിക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ദൈവികമായ ശക്തി ഉണ്ടാകുന്നൊരു ദിവസമാണ് ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് കർക്കിടകക്കൂറുകാർ മനസ്സിലാക്കുക. കുടുംബസുഖവും ധനപരമായ നേട്ടവും മറ്റ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ്. എങ്കിലും തിക്താനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അവിടെ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് നിങ്ങളുടെ പ്രത്യേകത. ഇനിയും ചിങ്ങക്കൂറുകാരുടെ കാര്യമാണ് പറയാൻ പോകുന്നത്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാർക്ക് വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും വന്നു ചേരുക. അത് പറഞ്ഞതെന്നാന്ന് വെച്ചാൽ ഇത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചിന്തിക്കും. വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഞായറാഴ്ച ദിവസം വന്നു ചേരുക. അത് ഞായറാഴ്ച ദിവസം നിങ്ങൾക്ക് ധനപരമായ നേട്ടം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടായിരിക്കാം. സുഖകരമായ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകാം. സുഖം വർദ്ധിച്ചെന്ന് വരാം. ബന്ധുക്കളുടെ സഹകരണം ഉണ്ടായി അവരുമായിട്ടുള്ള ആശയവിനിമയമോ അല്ല അവർ കൊണ്ടുവരുന്നത് കൊണ്ടൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് സന്തോഷത്തോടും സുഖത്തോടും കൂടി വസിക്കുന്നൊരു ദിവസമായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ വളരെയേറെ നിങ്ങൾ കാഴ്ചവെക്കുന്നൊരു ദിവസമാണെങ്കിൽ പോലും നിങ്ങളുടെ മക്കളുമായിട്ട്, ആൺമക്കളുമായിട്ട് ഒത്തൊരുമിച്ച് പോകുന്നൊരു ദിവസമായിരിക്കില്ല ഈ ഞായറാഴ്ച ദിവസം. അതാണൊരു വിഷയം. അപ്പോൾ അങ്ങനെ ഒരു വിഷയമുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം പറയുന്നത് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങളാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ
ഒരു അകൽച്ചയ്ക്കോ അഭിപ്രായ വ്യത്യാസത്തിനോ മാനസികമായ ഇഷ്ടക്കേടിനോ അല്ലെങ്കിൽ രണ്ടുപേർക്കും രോഗമോ ഏതെങ്കിലും വിധത്തിലുള്ള പ്രതിസന്ധികളോ വന്ന് ഒരു ദാമ്പത്യ ജീവിത സുഖക്കുറവൊക്കെ അനുഭവപ്പെടാനും സാധ്യതയുള്ള ദിവസമാണ് ഞായറാഴ്ച ദിവസം. അതുകൊണ്ടാണ് വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നേട്ടമാണ്. എന്താണ്? ധനപരമായ നേട്ടമുണ്ട്, ആരോഗ്യം മെച്ചമാണ്, മനസ്സിന് സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്, ബന്ധുക്കളുടെ സഹകരണമൊക്കെ ഉണ്ട്, അതൊരു വശം. പക്ഷെങ്കിൽ ഇതേ സ്ഥാനത്ത് തന്നെ ആ കുടുംബത്തിൽ ആൺമക്കളുമായിട്ട് ഇവർ യോജിച്ചു പോകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് ഒരു വിഷയം. ഇതുപോലെ തന്നെ മറ്റൊരു വിഷയം അവർക്ക് വരുന്നുണ്ട്. ഇവർക്ക് ഇത്രയൊക്കെ ധനപരമായ നേട്ടവും ബുദ്ധിപരമായ പ്രവർത്തന വിജയവും ബന്ധുക്കളുടെ സഹകരണവും ധനസ്ഥിതി മെച്ചം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടെങ്കിൽ പോലും ദാമ്പത്യ ജീവിതത്തിലും പ്രതിസന്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അത് പ്രിയപ്പെട്ടവർ അങ്ങനെ തന്നെ മനസ്സിലാക്കിയെടുക്കുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കാൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസം അനുഭവം അവർക്ക് മനസ്സുഖമുണ്ടാകുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പല പ്രകാരത്തിൽ അവർ ടെൻഷൻ അടിച്ച് മാനസികമായി ഒരു വെല്ലുവിളിയെ നേരിടുന്ന ദിവസമാണ്. മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ധനപരമായ ബുദ്ധിമുട്ട് ഉണ്ടാകും. സുഖഹാനി എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ സുഖകരമായ അനുഭവങ്ങളൊന്നും ഉണ്ടാകണമെന്നില്ല. പിതാവിന് ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകും. ഗൃഹം, ഇവർ താമസിക്കുന്ന വീടിന് നാശം വരുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇവർ ഇടപെടും. അപ്പോൾ അങ്ങനെ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ, ചിലർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ, ഹാർട്ട് അറ്റാക്ക് പോലുള്ള രോഗങ്ങളൊക്കെ അതുപോലെയൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ്. പ്രതിസന്ധി നിറഞ്ഞ ഒരു ജീവിത സാഹചര്യമാണുള്ളത്. അവർക്ക് ഈ 7ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നു, എല്ലാത്തിനും തടസ്സം. പണിനിൽ ചൊവ്വ നിൽക്കുന്നു, ഒരു ഗുണവുമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗ്രഹസ്ഥിതികളാണ്. അവരുടെ 6ാം ഭാവത്തിൽ ശത്രുത വന്നു ചേരാം. കടബാധ്യതകളാലുള്ള ശത്രുതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള പ്രതിസന്ധികളിൽ കൂടിയായിരിക്കും കന്നിക്കൂറുകാർ ഞായറാഴ്ച ദിവസം കടന്നു പോകുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇവരെ ചതിച്ച, ഇവരെ ദ്രോഹിച്ച, വഞ്ചന ചെയ്ത ആ സുഹൃത്തിനോ സഹോദരനോ നാശം സംഭവിക്കുന്നൊരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം. അപ്പോൾ അതാണ് ഇവരുടെ ഞായറാഴ്ച ദിവസം അനുഭവം അങ്ങനെയാണ്. കാരണം ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നു. സ്ത്രീകൾക്ക് ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. അവർ ഉദ്ദേശിച്ച പോലെ ജീവിതത്തിൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ അങ്ങോട്ട് ഒരു നല്ല രീതിയിലുള്ള ഉന്നമനം അവർക്കുണ്ടാകുന്നില്ല. പല പ്രകാരത്തിലുള്ള പ്രതിസന്ധികൾ അവരെ അലട്ടുന്നൊരു സമയമാണ്. വളരെ തകർച്ചയിൽ നിൽക്കുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ ഈ സമയത്തൊക്കെ അവരെ ഒരു സുഹൃത്തോ ഒരു സഹോദരനോ ചതിച്ചു കഴിഞ്ഞാൽ അവർ ആകെ തകർന്നു പോവും. അപ്പോൾ അവർ ത്തോടും എന്ത് ത്യാഗം സഹിച്ചും ആ ശത്രുവിനെ ഈശ്വരൻ ശിക്ഷ കൊടുക്കണമെന്നുള്ള ഒരു വാശിയിൽ അവർ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലം ഞായറാഴ്ച ദിവസം ഉണ്ടാകുകയും ചെയ്യുന്നൊരു ദിവസമാണെന്നുള്ളതാണ് പ്രത്യേകത. ഇനിയും വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം അനിഴം കേട്ട നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം കുടുംബസുഖം, ധനപരമായ നേട്ടമൊന്നും കാര്യമായി ഉണ്ടാകണമെന്നില്ല. കുടുംബത്തിൽ കലഹമുണ്ടാകും. കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹിക്കുമ്പോൾ ഇവരുടെ ശത്രുക്കളെ ഇവർ സ്നേഹിക്കും. അങ്ങനെയുള്ളൊരു മനസ്സവർക്കുണ്ടാകും. കുടുംബത്തിലുള്ളവരെ അവർ ശത്രുവായിട്ട് കാണുന്നു. നാളിതുവരെ ശത്രുവായിട്ട് കണ്ടവരെ അവർ മിത്രങ്ങളായി അല്ലെ സ്നേഹിതരായി കാണും. അപ്പോൾ അങ്ങനെയുള്ളൊരു അനുഭവം അവർക്ക് വരുവാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, കുടുംബസുഖം ഉണ്ടാകണമെന്നില്ല, ധനപരമായ നേട്ടം ഉണ്ടാകണമെന്നില്ല, ദാമ്പത്യ ജീവിതം അത്ര തൃപ്തികരമാകണമെന്നില്ല. പല കാര്യങ്ങളും തടസ്സങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഇവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നൊരു ദിവസമായിരിക്കും ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ശത്രുതയൊക്കെ വന്നു ചേരാൻ ഇടയുണ്ട്. പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയാണ് കൂടുതലും വന്നു ചേരുക. പിന്നെ ദശാകാലത്തിൻ്റെ നേട്ടം കൊണ്ട് നല്ല അനുഭവങ്ങൾ ഉള്ളവരുമുണ്ട് എന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനിയും ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് ഈ ഞായറാഴ്ച ദിവസം അവരുടെ ജന്മഭാവത്തിൽ സൂര്യൻ നിൽക്കുന്നൊരു ഞായറാഴ്ച ദിവസമാണ്.
സൂര്യൻ എന്ന് പറയുന്ന ഗ്രഹം ധനുരാശിയിൽ കൂടി പോകുമ്പോൾ ധനുരാശിയിൽപ്പെട്ട മൂലം, പുരാട, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നേട്ടമുള്ളൊരു ദിവസമാണ്. അവരുടെ ജീവിതത്തിൽ മറ്റുള്ളവരാലുള്ള അംഗീകാരവും ബഹുമാനവും ഒക്കെ അവരെ തേടി വരുന്നൊരു ദിവസമാണ്. അന്നത്തെ ദിവസം ഇവർക്ക് സംഘടനാ പാടവം, നേതൃപാടവം, സംഘാടകത്വം ഒക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ അംഗീകാരവും പ്രശംസയൊക്കെ ഇവർ നേടുന്നൊരു ദിവസമാണ്. രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ശോഭിക്കുന്നൊരു ദിവസമാണ്. എന്നാൽ ഈ ദിവസം, ഞായറാഴ്ച ദിവസം തന്നെ അവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ ഇവരുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങളായിട്ടുള്ള അവരുടെ ഭാഗത്തു നിന്ന്, സുഹൃത്തുക്കളായിട്ടുള്ള സഹോദരങ്ങളായിട്ടുള്ള വ്യക്തികളുടെ ഭാഗത്തു നിന്നും ശത്രുതകളോ അല്ലെങ്കിൽ മറ്റു പ്രതിസന്ധികളോ ഒക്കെ ഇവർക്ക് വന്നു ചേരുവാനും സാധ്യതയുണ്ട്. അത് ഇവർ സൂക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ അത് ഏതെങ്കിലും വിധത്തിലുള്ള ആപത്തിനോ അനർത്ഥത്തിനോ ധനനഷ്ടത്തിനോ ആരോഗ്യ പ്രശ്നങ്ങൾക്കോ ഒക്കെ കാരണമാകുവാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമായിരിക്കും ഈ ഞായറാഴ്ച ദിവസം എന്നുള്ളത് ധനുക്കുറുകാർ മനസ്സിലാക്കുക. ഇനി മകരക്കുറാണ്. മകരക്കുറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, ഔട്ടം 2 പാദം നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ 12ാം ഭാവത്തിലൊരു പാപഗ്രഹം നിൽക്കുന്നത് നല്ലതാണോ? ഒരിക്കലും നല്ലതല്ല. അപ്പോൾ 12ാം ഭാവത്തിൽ നിൽക്കുന്ന പാപഗ്രഹം ദോഷം ചെയ്യുകയില്ലേ? തീർച്ചയായിട്ടും ദോഷം ചെയ്യും. ഈ ഞായറാഴ്ച ചെയ്യുമോ? ഈ ഞായറാഴ്ച അത്ര കാര്യമായിട്ട് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? ഹോര നിയമപ്രകാരം ധനുമാസത്തിൻ്റെ ആദ്യത്തെ 15 ദിവസം സൂര്യന് ബലമുണ്ടായിരുന്നു. ആ 15 ദിവസം മകരക്കുറുകാർക്കെല്ലാം പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ടായി. ഹാർട്ട് അറ്റാക്ക് വരെ ഉണ്ടായവരുണ്ട്. അപ്പോൾ അതറിഞ്ഞിരിക്കണം. പക്ഷേ അവിടെ നിന്നും അവർ രക്ഷപ്പെട്ടു. ചന്ദ്രൻ ഇപ്പോൾ ബലവാനാണ്. ചന്ദ്രൻ ബലവാനായപ്പോൾ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടായി, മനസ്സിന് സുഖമുണ്ടായി, ധൈര്യമുണ്ടായി, അവർക്ക് പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനുള്ള ഒരു ഊർജ്ജമുണ്ടായി. പക്ഷേ എങ്കിലും ഈ ഞായറാഴ്ച ദിവസം ചില കാര്യങ്ങളിൽ സൂക്ഷിക്കണം. ഏതൊക്കെ കാര്യങ്ങളാണ്? പിതാവുമായിട്ടുള്ള ശത്രുതയ്ക്ക് സാധ്യതയുണ്ട്, പുത്രദുഃഖത്തിന് സാധ്യതയുണ്ട്, ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്, മനോദുഃഖം അനുഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കുറേ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം. കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ ഉണ്ടെങ്കിൽ പോലും ശത്രുതയൊക്കെ അവിടെയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിത സുഖക്കുറവ് ചിലർക്കുണ്ടാകാം, ചിലർക്ക് അതൊക്കെ വലിയ തൃപ്തികരമാകണമെന്നില്ല. ഒരു വല്ലാത്ത രീതിയിൽ കൂടിയൊക്കെ പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇങ്ങനെ വളരെ തീവ്രമായ രീതിയിൽ തിക്താനുഭവങ്ങൾ അനുഭവിക്കുന്നവരുമുണ്ട്. എന്നാൽ ചെറിയ രീതിയിലൊക്കെ വന്ന് ഏശി പോകുന്നവരുമുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക. ഇനി കുംഭക്കുറാണ്. കുംഭക്കുറിൽപ്പെട്ട ഔട്ടം 2 പാദം, ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് ഞായറാഴ്ച ദിവസത്തെ അനുഭവം. ഞായറാഴ്ച ദിവസത്തിൻ്റെ അധിപനായ സൂര്യൻ 11ാം ഭാവത്തിൽ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ എന്തുണ്ടാകും? ഈ ജാതകരുടെ പുത്രന്മാർ തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ട്. മക്കൾ തമ്മിൽ കലഹിക്കുവാൻ സാധ്യതയുണ്ട്. ആൺമക്കളാണെങ്കിൽ അവർ തമ്മിൽ കലഹിക്കുവാൻ, അടിപിടി കൂടുവാൻ സാധ്യതയുണ്ട്. ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യതയുണ്ട്. അത് സൂക്ഷിക്കണം. എന്നാൽ മറ്റ് പല കാര്യങ്ങളും ഇവർക്ക് നേട്ടമാണ്. ഏതൊക്കെയാണ് നേട്ടം? ധനപരമായിട്ടുള്ള നേട്ടം, കീർത്തിയും അംഗീകാരവും പ്രവർത്തന മേഖലയിലുള്ള വിജയവും ഒക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നൊരു ദിവസമാണ്. അതുപോലെ തന്നെ സമുദായ പ്രവർത്തനം നടത്തുന്നവർക്ക് സമുദായത്തിൻ്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ പറ്റുന്ന ഒരു ദിവസമാണ്, അനുകൂലമായൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തന മികവുകൾ കൊണ്ട് ഇവർക്ക് അംഗീകാരവും പ്രശംസയും ഒക്കെ വന്നു ചേരുന്നൊരു ദിവസമാണ്. എന്നാൽ ഇവരുടെ പുത്രന്മാരെ സംബന്ധിച്ച് അത്ര അനുകൂലമായൊരു ദിവസമല്ല എന്നുള്ളതാണ് പ്രത്യേകത. ബാക്കി പല കാര്യങ്ങളിലും അവർക്ക് നേട്ടം തന്നെ. ദാമ്പത്യ ജീവിതം, ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല രീതിയിൽ പോയാലും, നല്ല സ്നേഹബന്ധത്തിൽ കൂടി പോയാലും അവരുടെ മക്കളെ ഓർത്ത് അവർ ചിലപ്പോൾ ദുഃഖിക്കും, മക്കൾ തമ്മിൽ കലഹിക്കും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതൊഴിച്ച് മറ്റു പല കാര്യങ്ങളും അവർക്ക് നേട്ടം തന്നെയാണെന്നുള്ളത് കുംഭക്കുറുകാർ മനസ്സിലാക്കുക. ഇനി മീനക്കുറാണ്. മീനക്കുറിൽപ്പെട്ട പൂട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥ, ദേഹനന്മ അനുകൂലമല്ല. കുടുംബസുഖവും ധനപരമായ നേട്ടവും അനുകൂലമല്ല. പലവിധ പ്രതിസന്ധികൾ അവർക്കിപ്പോൾ നിലവിലുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മീനക്കുറുകാർ ഇപ്പോൾ കടന്നു പോകുന്നത്. ചില കാര്യങ്ങളിൽ അവർക്ക് നേട്ടമാണ്, എന്നാൽ ചില കാര്യങ്ങളിൽ കോട്ടമാണ്. ഈ ഞായറാഴ്ച ദിവസം അവർക്കുള്ള നേട്ടം, പിതൃസ്വത്ത് അവർക്ക് അവകാശപ്പെട്ട് കയ്യിൽ വരുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേങ്കിൽ ആ പിതൃസ്വത്ത് ഇവർക്ക് കൈക്കലാക്കണമെങ്കിൽ അല്ലെങ്കിൽ അനുഭവത്തിലാക്കണമെങ്കിൽ ശത്രുതയിൽ കൂടിയൊക്കെ കടന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അവർ വിജയിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ആ കൂടെ തന്നെ ചെറിയ രീതിയിലുള്ള തിക്താനുഭവങ്ങളും വന്നു ചേരും. ഏറ്റെടുക്കുന്ന ജോലി അവർ പൂർത്തീകരിക്കും. ഔഷധ മേഖലയിലുള്ളവർക്ക് ശോഭിക്കാൻ പറ്റുന്നൊരു ദിവസവും കൂടിയാണ് ഞായറാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാൽ പൂർണ്ണമുദച്ഛതി
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. മഹാദേവൻ്റെ ശാന്തിയും സമാധാനവും എല്ലാ പ്രിയപ്പെട്ടവരോടും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.